മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യേ നൽകപ്പെട്ട യേശു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമവുമില്ല. ഏവർക്കും വചന ധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പ്രമേയം റിഫ്ലക്റ്റിംഗ് ഡിവൈൻ ലവ് ത്രൂ ഒതന്റിക് കമ്മ്യൂണിക്കേഷൻ. ആധികാരികമായ ആശയവിനിമയം ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രബലമായ ഒന്ന് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഒരു ശൈശവ ദിശയിലാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങൾ യുദ്ധം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ ആദ്യം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആശയവിനിമയ ശൃംഖലയായിരിക്കും. വൈദ്യുതി വിച്ഛേദിക്കും, നെറ്റ്വർക്കുകളെല്ലാം വിച്ഛേദിക്കും, സോഷ്യൽ മീഡിയ യാതൊരു അറിവുകളും കിട്ടാതാകും, അത് മരവിപ്പിക്കും. വാർത്താ മാധ്യമങ്ങളെല്ലാം ആ ആശയവിനിമയ രംഗത്തെ അവർ പൂർണ്ണമായിട്ടും നിശ്ചലമാക്കും. ഒരു ശത്രുരാജ്യം ആദ്യം ചെയ്യുന്നത് അതാണെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ ആശയവിനിമയത്തിന്റെ പങ്ക്, കമ്മ്യൂണിക്കേഷന്റെ പങ്ക് വളരെ അധികമാണ്. അത് വ്യക്തിപരമായ ജീവിതം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കമ്മ്യൂണിക്കേഷൻ വ്യത്യസ്ത തലത്തിലുണ്ട്. വെർബൽ, വാക്കുകളിലൂടെ നമുക്ക് ആശയം പങ്കുവയ്ക്കാം. സുഖമാണോ? വാക്കിലൂടെ ഞാനൊരു മനുഷ്യനോട് എൻ്റെ ആശയം ഞാൻ പങ്കുവയ്ക്കുക, അവനോടൊരു ചോദ്യം ചോദിക്കുക. നോൺ വെർബൽ, വാക്കുകളൊന്നും വേണ്ട. ഒരാൾ നല്ലൊരു കാര്യം ചെയ്താൽ കൊള്ളാം, ഡൺ, അല്ലെങ്കിൽ മെച്ചമായിരിക്കുന്നു. നമ്മളത് പറയാതെ തന്നെ ആംഗ്യഭാഷയിലൂടെ, നോൺ വെർബലായി, ബോഡി ലാംഗ്വേജിലൂടെ നമുക്ക് അത് വെളിപ്പെടുത്താൻ കഴിയും. മാത്രമല്ല റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ, എഴുത്തുകളിലൂടെ, അത് ആള് പോണമെന്നില്ല, ഒരു പേപ്പറിൽ എഴുതിയാൽ ആ എഴുത്തിൻ്റെ അകത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആശയത്തെ വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടം ഒരു AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിന്റെ ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ ഇമോഷൻ മാത്രം അതിൻ്റെ അകത്ത് ഒന്ന് ഉൾപ്പെടുത്തിയാൽ മനുഷ്യനെ ചിന്തിക്കാൻ കഴിയുന്നത് ചിന്തിക്കാൻ ഇന്നത്തെ കമ്പ്യൂട്ടറുകൾക്ക് കഴിയുന്നു, സാങ്കേതിക വിദ്യകൾക്ക് കഴിയുന്നു. വൈകാരികമായ തലം മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. ടെക്നോളജിസ്റ്റുകൾ അങ്ങനെ ഒരു തലം കൂടെ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ള തന്ത്രപ്പാടിൽ നിൽക്കുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാം രൂപപ്പെടുന്നത് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന കമ്മ്യൂണിക്കേഷന് പറയുന്ന ഒരു പേരാണ് ഇൻട്രാപേഴ്സൺ കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാപേഴ്സൺ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന നമ്മുടെ നിഗമനങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ റിഫ്ലക്ഷനുകൾ, ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ചില ആശയങ്ങൾ രൂപപ്പെടും. എന്താണ് ഭാഷ എന്ന് ചോദിച്ചാൽ ഭാഷയ്ക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർവചനം ഇങ്ങനെയാണ്: ചിന്തയുടെ വസ്ത്രമാണ് ഭാഷ. അങ്ങനെയെങ്കിൽ എൻ്റെ ചിന്തകളിൽ ഞാൻ കാണുന്നത്, ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കണ്ടെത്തിയത്, ഇതെല്ലാം കൂടെ രൂപപ്പെട്ടിട്ട് വെർബലായി, നോൺ വെർബലായി, അല്ലെങ്കിൽ എഴുത്ത് രൂപേണ, ചിത്രരൂപേണ, ഡിജിറ്റൽ രൂപേണ, സോഷ്യൽ മീഡിയ മുഖേന ഞാൻ എൻ്റെ ആശയത്തെ ഈ സമൂഹത്തോട് പങ്കുവെക്കുന്നു. ഇന്നത്തെ വചനധ്യാനത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം ഇതാണ്: നമ്മുടെ ഓരോ ചിന്തകളും ഭാഷയായി തീരുമ്പോൾ, അത് വെർബലായിരിക്കാം, നോൺ വെർബലായിരിക്കാം, റിട്ടൺ ആയിരിക്കാം, വിഷ്വൽ ആയിരിക്കാം, ഡിജിറ്റൽ ആയിരിക്കാം. നമ്മുടെ ഓരോ ചിന്തകളും ഭാഷയായി തീരുമ്പോൾ അതിൽ കൂടെ ദൈവവചനവും ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ, നമ്മുടെ ചിന്തകൾ ഭാഷയായി പരിണമിക്കുന്നു,
നമ്മുടെ ചിന്തകൾ ഉത്ഭവിക്കുന്ന സമയത്ത് തന്നെ ദൈവവചനത്തെയും അതിലൊന്ന് മിക്സ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്നത്തെ വചനധ്യാനം ഏറ്റവും അർത്ഥവത്തായി തീരും. റിഫ്ലക്റ്റിംഗ് ലവ് ത്രൂ ഒതന്റിക് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ആശയവിനിമയത്തിൽ ആ ദൈവത്തിന്റെ സ്നേഹത്തെ പങ്കുവയ്ക്കാൻ കഴിയും. ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി അത് ഒരു പക്ഷേ വ്യാവസായിക രംഗത്തുള്ളതാണ്. എന്താണ് ക്രോസ് സെല്ലിംഗ്? അതൊരു സെയിൽസ് ടെക്നിക്കാണ്. അതായത് ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ പോയി. ഇച്ചിരി വില കൂടിയ, എൻ്റെ കണക്കനുസരിച്ച് ഇച്ചിരി വില കൂടിയ ഒരു മൊബൈൽ ഫോണാണ്. അപ്പോൾ ആ ഷോറൂമിൽ എന്നോട് അവിടുത്തെ വളരെ പരിചിതമായിട്ടുള്ളൊരു സുഹൃത്താണ് അവിടെ നിൽക്കുന്നത്. എന്നോട് പറഞ്ഞു, 2 തരത്തിൽ ചാർജറുണ്ട്. പണ്ടൊക്കെ ചാർജർ ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. വളരെ സ്പീഡിൽ ചാർജ് കയറുന്ന ചാർജറും ഉണ്ട്. നോർമലി ഏത് വേണം, സ്പീഡ് കൂടുതൽ വേണമെങ്കിൽ അതിന് ഇച്ചിരി ചാർജ് കൂടും. അപ്പൊ ഞാൻ നല്ലൊരു ചാർജർ സെലക്ട് ചെയ്തു. കാതുകൾക്ക് വളരെ കംഫർട്ടും അതിലുപരിയായി ഏറ്റവും ടെക്നോളജിയിൽ മികച്ചു നിൽക്കുന്ന ഒരു ഹെഡ്ഫോണും അവർ തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് ഇച്ചിരി വിലയുള്ളതാണ്, ഞാനതും വാങ്ങിച്ചു. ഇത്രയും വില കൂടിയ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചത് കൊണ്ട് അതിന് അത്യാവശ്യം നല്ലൊരു പൗച്ച് വേണം. കമ്പനി പൗച്ചില്ല, പക്ഷെ അദ്ദേഹം ഒത്തിരി പൗച്ചുകൾ കാണിച്ചു. അതിൽ ഏറ്റവും നല്ലത് നോക്കി ഞാനൊന്ന് എടുത്തു. ഞാൻ വാങ്ങാൻ പോയതൊരു മൊബൈൽ ഫോണാണ്, പക്ഷേ ഞാനൊരു നല്ല ഹെഡ്സെറ്റ് എടുത്തു. മാത്രമല്ല ഞാനൊരു പൗച്ച് എടുത്തു, നല്ലൊരു ചാർജർ വാങ്ങിച്ചു. നമ്മളൊക്കെ ഈ മസാല ദോശ കഴിക്കുമ്പോൾ നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്യും കേട്ടോ. ഉഴുന്നുവട നമ്മൾ ചോദിച്ചിട്ടല്ല വരുന്നത്. ആ ഉഴുന്നുവടയും കൂടെ നമ്മൾ കഴിക്കും, അതിന്റെ ബില്ല് നമ്മൾ പേ ചെയ്യുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ചിന്തകൾ രൂപപ്പെടുന്ന സമയത്ത് ദൈവവചനം കൂടെ അതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഒരു ക്രോസ് സെല്ലിംഗ് അവിടെ നടക്കുമെങ്കിൽ, റിഫ്ലക്റ്റിംഗ് ഡിവൈൻ ലവ് ത്രൂ ഒതന്റിക് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ആശയവിനിമയത്തിലെല്ലാം ദൈവത്തിന്റെ സ്നേഹം പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കും. ഇന്നത്തെ വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയോടുകൂടെ 3 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും അർത്ഥവത്തായ അനുഗ്രഹിക്കപ്പെട്ട ഈ വചന ധ്യാനത്തിലേക്ക് നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടുകൂടെ വിനയപ്പെടാം. ദൈവം നമ്മെ സന്ദർശിക്കുന്ന ഏറ്റവും മെച്ചമായ ഒരു വചനധ്യാനമായി ഈ വചനധ്യാനം തീരട്ടെ. 1, സെൽഫ് അവെയർനെസ്, സ്വയ അറിവ്. ഞാൻ പറഞ്ഞു, എല്ലാ ഭാഷകളും രൂപപ്പെടുന്നത്, ചിന്തയുടെ വസ്ത്രമായ ഭാഷ, വെർബൽ ആണെങ്കിലും നോൺ വെർബൽ ആണെങ്കിലും വിഷ്വൽ ആണെങ്കിലും റിട്ടേൺ ആണെങ്കിലും എല്ലാം രൂപപ്പെടുന്നത് ഇൻട്രാ പേഴ്സണൽ, ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ ചിന്തകളിൽ നടക്കുന്ന ഒരു രൂപീകരണത്തിൽ നിന്നാണ്. ആ രൂപീകരണത്തിന് 3 ഘടകങ്ങൾ ആവശ്യമാണ്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് സെൽഫ് അവെയർനെസ്. പഴയ നിയമ വേദഭാഗം സംഖ്യാപുസ്തകം 22-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ജനം വളരെ ശക്തരായി തീർന്നിരിക്കുകയാണ്. അവര് തൊടുന്നതെല്ലാം വിജയിക്കുന്നു. അവർ അംഗസംഖ്യയിൽ ഏറ്റവും മികച്ചവരാണ്. മാത്രമല്ല ശക്തിയുടെ കാര്യത്തിലും അവർ മുന്നിട്ട് നിൽക്കുക. ദൈവം അവരോട് കൂടെയുണ്ട്, അതാണ് സത്യം. കാരണം ദൈവം അനുഗ്രഹിച്ച ഒരു ജനം ഇസ്രായേൽ ജനം. സംഖ്യാപുസ്തകം 22-ാം അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാ. അങ്ങനെ അവർ അമോന്യരെ കീഴ്പ്പെടുത്തിയിട്ട് അവർ നേരെ വരികയാണ് മോവാബ് എന്ന് പറയുന്ന സ്ഥലത്ത്. യഹൂദയുടെ സമീപത്തൂടെ നടന്ന് മോവാബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അങ്ങനെ മോവാബിന്റെ സമഭൂമിയിൽ അവർ നിൽക്കുമ്പോൾ മോവാബ് രാജാവായ ബാലക്ക് ഈ വിവരം അറിഞ്ഞു. ബാലക്ക് ഭയപ്പെട്ടു പോയി കേട്ടോ. കാരണം എന്നാണെന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ, ദൈവം അനുഗ്രഹിച്ച ഒരു ജനം. അവർ അംഗസംഖ്യയിൽ വളരെ പ്രാബല്യമുള്ളവരാണ്. മാത്രമല്ല അവർ ശക്തരാണ്. മോവാബിനെ അവർ ആക്രമിച്ചാൽ
മോവാബ് നിലം പരിശാകുമോ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഭയപ്പെട്ടു പോയി. എന്ത് ചെയ്യാൻ കഴിയും? ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയത്തില്ല, അംഗബലം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയത്തില്ല. മോവാബ് രാജാവായ ബാലക്ക് ഒരു തീരുമാനമെടുത്തു. അദ്ദേഹത്തിന് അറിയാം എന്നുള്ള ഒരു പ്രവാചകനുണ്ട്. പ്രവാചകന്റെ പേരാണ് ബിലയാം. ഈ ബിലയാം യഹോവയെ ആരാധിക്കുന്ന ഒരു പ്രവാചകനാണ്, അല്ലെങ്കിൽ യഹോവയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രവാചകനാണ്. യഹോവ നേരിട്ട് സംസാരിക്കുന്ന ഒരു പ്രവാചകനാണ് ബിലയാം. ബാലാക്ക് വിചാരിച്ചു ബിലയാമിനെ തിരിച്ചു കൊണ്ടുവരാം. ബിലയാമിനെ വിളിച്ചു വരുത്തിയിട്ട് ബിലയാമിനെ കൊണ്ട് ഈ ജനത്തെ ശപിക്കാം. ആ ശാപം കൊണ്ട് ഇവരെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയും. അങ്ങനെ ബാലാക്ക് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില ആൾക്കാരെ ബിലയാമിന്റെ അടുക്കലേക്ക് അയച്ചു. ബിലയാം അവരെ സൽക്കരിച്ചു. ആവശ്യം ബാലാക്കിന്റെ ആൾക്കാർ പറഞ്ഞു, അല്ലയോ ബിലയാമേ, ഞങ്ങൾക്ക് നിന്റെ സേവനം വേണം, ഞങ്ങളുടെ രാജാവ് അത് ആഗ്രഹിക്കുക, നീ വരണം, ശപിക്കണം. ഓക്കെ, ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഒരു രാത്രി അവർക്ക് വിശ്രമിക്കാനുള്ള ഇടം കൊടുത്തു. ഈ ബാലാക്ക് അയച്ച ആൾക്കാർ വിശ്രമിക്കുന്ന സമയത്ത് ബിലയാം പ്രാർത്ഥിച്ചു. ആ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ ബിലയാമിനോട് പറയുകയാണ്, നീ അങ്ങോട്ട് പോകാൻ പാടില്ല, കാരണം ദൈവം അനുഗ്രഹിച്ച ജാതിയെ ശപിക്കാൻ നിനക്ക് അവകാശമില്ല, നിനക്ക് അനുവാദമില്ല. ബിലയാം പുറത്തു വന്ന് അവരോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഞാൻ വരത്തില്ല, ദൈവത്തിന് അത് ഇഷ്ടമല്ല, കാരണം ദൈവം അനുഗ്രഹിച്ചൊരു ജാതിയാണ്. അവര് തിരിച്ചുപോയ അവർ നേരെ പോയി ബാലാക്കിനോട് ഈ വിവരം പറഞ്ഞു. ഒരിക്കലും വരത്തില്ല, കാരണം ദൈവം അനുഗ്രഹിച്ച ജാതി എന്നാ പറയുന്നേ, വന്ന് ശപിക്കുവാൻ അദ്ദേഹം തയ്യാറല്ല, ഞങ്ങളുടെ ഫലം ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ ബാലാക്ക് തന്ത്രശാലിയാ. ബാലാക്ക് ഒരു കാര്യം ചെയ്തു, കുറച്ചുകൂടെ പ്രഗത്ഭന്മാരെ, കുറച്ചുകൂടെ സംസാരിക്കാൻ അറിയാന്നുള്ളവരെ, കുറച്ചുകൂടെ കാര്യഗൗരവത്തോടുകൂടെ കാര്യങ്ങളെ സമീപിക്കാൻ കഴിയുന്നവരെ അയച്ചിട്ട് കുറച്ച് അധികം സമ്പത്ത് ബാലാക്ക് ബിലയാമിന്റെ മുൻപിൽ സമർപ്പിക്കാൻ വേണ്ടി ഒന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഇതാ വീണ്ടും രണ്ടാമത്തെ ഒരു ബാച്ച് ഇച്ചിരി സമ്പത്തുമായിട്ട് ബിലയാമിന്റെ അടുത്ത് വന്നു. ബിലയാം ഈ സമ്പത്തൊക്കെ കണ്ടു. എനിക്ക് തോന്നുന്നു ബിലയാമിന്റെ മനസ്സിൽ ചെറിയൊരു ആശങ്ക, കാരണം വന്നാൽ ഇത്രയും സമ്പത്ത് കിട്ടും, ദൈവം ഒരു കാരണവശാലും പോകരുത് എന്ന് പറഞ്ഞത് മറുക്കാനും അവന് കഴിയുന്നില്ല. അവൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ. ആ സ്റ്റേറ്റ്മെന്റ് അത്ര ശരിയായിരുന്നില്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. ദൈവം നോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വീണ്ടും നമ്മൾ എന്തിനാ ആലോചിക്കുന്നേ? ഈ മനുഷ്യൻ വീണ്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങി. ഇവന്റെ അത്യാഗ്രഹം കണ്ടിട്ടായിരിക്കാം, നീ പോ, പക്ഷെ എന്റെ വചനം പോലെ ചെയ്യണമെന്ന് ദൈവത്തിന്റെ ദൂതൻ അല്ലെങ്കിൽ ദൈവം നേരിട്ട് അവനോട് അരുളി ചെയ്യുന്നു. പോവുകയാണ്. ഇനിയാണ് ഇന്നത്തെ വേദഭാഗം നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത്. 22-ാം അധ്യായം, സംഖ്യാപുസ്തകം 22-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. പോകുന്നത് 2 ദാസന്മാരുണ്ട്, തൻ്റെ കഴുതയുണ്ട്. അങ്ങനെ കഴുതയുടെ പുറത്ത് ഈ ബിലയാം യാത്ര ചെയ്യുന്നു. ഈ യാത്രയിൽ ചില സംഭവങ്ങൾ നടക്കുകയാണ്. ദൈവത്തിന്റെ കോപം നന്നേ ഉയർന്നിരുന്നു. കാരണം ദൈവത്തിന് ആഗ്രഹമില്ലാത്ത കാര്യമാണ്. സമ്പത്ത് കണ്ട് സമ്പത്തിൽ മയങ്ങിയിട്ടായിരിക്കാം ഇവൻ വീണ്ടും ദൈവത്തോട് ആലോചന ചോദിക്കാൻ കയറിയത്. നിവൃത്തികേട് കൊണ്ടായിരിക്കാം ശരി നീ പൊയ്ക്കോ എന്ന് പറയുന്നത്. പോകുന്ന വഴിയിൽ കഴുത ഒരു കാഴ്ച കാണുകയാണ്. ബിലയാം കാണുന്നില്ല, കഴുത ഒരു കാഴ്ച കാണുന്നു. കഴുത കാണുന്ന കാഴ്ച, ഊരിപ്പിടിച്ച വാളുമായി ദൈവത്തിന്റെ ദൂതൻ നിൽക്കുന്നു. അതുകൊണ്ട് വഴിയിലൂടെ നടന്നുപോയ കഴുത ഇതാ വഴി വിട്ട് വയലിലേക്ക് ഇറങ്ങുന്നു. കഴുതയുടെ പുറത്തിരിക്കുന്ന ബിലയാം കഴുതയെ അടിക്കുന്നു. വീണ്ടും വഴിയിലേക്ക് കയറാനുള്ള ശ്രമം ബിലയാമിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നു. വീണ്ടും യാത്ര. അടുത്ത് ഒരു മുന്തിരിത്തോട്ടത്തിന്റെ നടുവിലൂടെയുള്ള യാത്ര, 2 ചുമരുകൾ. അപ്പോഴും ആ വഴിയിലും ഇടുക്ക് വഴിയിലും ദൈവത്തിന്റെ ദൂതൻ നിൽക്കുന്നത് കാണുന്നു. കഴുത ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് നീങ്ങുന്നു.
ആ സമയത്ത് കഴുതയുടെ പുറത്തിരിക്കുന്ന ബിലയാമിന്റെ കാലുകൾ ഞെരുങ്ങുന്നു. അപ്പോഴും കഴുതയെ അടിക്കുന്നു. 2 പ്രാവശ്യം കഴുത അടികൊണ്ടു. വീണ്ടും ദൈവത്തിന്റെ ദൂതൻ മുന്നോട്ട് വരുമ്പോൾ ഗത്യന്തരമില്ല. വലത്തോട്ടും പോകാൻ കഴിയുന്നില്ല, ഇടത്തോട്ടും പോകാൻ കഴിയുന്നില്ല. കഴുത അവിടെ കിടക്കുന്നു. കിടന്ന കഴുതയെ വീണ്ടും അടിക്കുന്നു. ആ സമയത്ത് കഴുത വായി തുറന്ന് സംസാരിക്കുകയാണ്, എന്നോട് നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ത്? അതിന് ഉത്തരം ബിലയാം പറയുന്നത്, എന്നെ നീ ഒത്തിരി കളിയാക്കുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ അടിക്കുന്നേ. കഴുത ചോദിക്കുന്നു, ഇത്രയും നാൾ നിന്റെ കൂടെ ജീവിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? തുടർന്ന് ദൈവത്തിന്റെ ദൂതനെ കാണുന്നു, താൻ ഒരു പാപിയാണെന്ന് അവൻ സമ്മതിക്കുന്നു. ഇതാണ് ഇന്നത്തെ പഴയ നിയമ ചരിത്രം. സെൽഫ് അവയർനെസ്. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, എല്ലാ മനുഷ്യനും ഓരോ കഴുതകളുണ്ട്. ആ കഴുത എന്താണെന്ന് അറിയണ്ടേ? ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, അവനവന്റെ മനസ്സാക്ഷി എല്ലാ മനുഷ്യനും ഉണ്ട്. ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എന്റെ മനസ്സാക്ഷി വയലിലേക്ക് ഇറങ്ങിയതുപോലെ, കഴുത വയലിലേക്ക് ഇറങ്ങിയതുപോലെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അതിനെ അടിക്കും, എന്റെ വഴിയിലാക്കും. ഇവിടെയാണ് ബിലയാമും ഞാനും തമ്മിലുള്ള ഒരു റിലേഷൻ വെളിപ്പെടുന്നത്. ഒരുപക്ഷെ ചുമരുകൾക്കിടയിൽ എൻ്റെ കാലുകളൊന്ന് ഞെരുക്കുമ്പോൾ, എൻ്റെ മനസാക്ഷി എന്നെ ഒന്ന് ഞെരുക്കുമ്പോൾ ഞാൻ വീണ്ടും അടിക്കും. എൻ്റെ വഴിയിൽ തന്നെ നടക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങും. ഗത്യന്തരമില്ല. മുന്നോട്ട് പോകാനും കഴിയാതെ, പുറകിലോട്ട് വരാനും കഴിയാതെ, വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയാൻ കഴിയാതെ കിടക്കുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ മനസാക്ഷിയെ പ്രഹരിക്കും. അപ്പോൾ മനസാക്ഷി നമ്മോട് സംസാരിക്കും. ആ സംസാരിക്കുന്നത് എന്താണെന്ന് സംഖ്യാപുസ്തകം 22-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ യഹോവ കഴുതയുടെ വായ് തുറന്നു, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നടക്കുമ്പോൾ എൻ്റെ മനസാക്ഷി എൻ്റെ നേരെ സംസാരിക്കും. അത് ബിലയാമിനോട്, നീ എന്നെ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ബിലയാം കഴുതയോട്, നീ എന്നെ കളിയാക്കിയത് കൊണ്ടത്രേ. എൻ്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നു കളയുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കഴുത എന്ന് പറയുന്ന സ്ഥലത്ത് മനസാക്ഷി എന്ന് ചേർത്താൽ എത്ര നന്നായിരിക്കും. മനസാക്ഷി എന്നോട്, ഞാൻ നിന്റെ കഴുതയല്ലയോ, അല്ലെങ്കിൽ ഞാൻ നിന്റെ മനസാക്ഷിയല്ലയോ, ഇക്കാലമൊക്കെയും എൻ്റെ പുറത്തല്ലയോ നീ കയറി നടന്നത്? എപ്പോഴെങ്കിലും ഇങ്ങനെ ഞാൻ നിന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ വചനത്തെ കണ്ണാടിയുമായി താരതമ്യപ്പെടുത്തുന്നുണ്ട്. വചനം എന്ന് പറയുന്നത് കണ്ണാടിയാണ്. വചനത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഞാൻ കണ്ണാടിയിൽ എൻ്റെ മുഖം, എൻ്റെ ശരീരം കാണും പോലെയാണ്. അപ്പോൾ മനസ്സാക്ഷി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ശബ്ദവുമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഉള്ളിൽ ഒരാശയം വിനിമയം രൂപാന്തരപ്പെടുമ്പോൾ ആദ്യത്തെ അറിവ് സെൽഫ് അവയർനെസ്, ഞാൻ സ്വയം ആരാണെന്നുള്ള അറിവ്. നിങ്ങൾ ഈ ഭാഗം വായിക്കുമ്പോൾ 34-ാം വാക്യത്തിൽ ഐ ഹാവ് സിൻഡ്, ഞാൻ ഒരു പാപിയാണ് എന്ന് ബിലയാം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ കഴുതയെ 3 പ്രാവശ്യം അടിച്ചിട്ടാണ് ഈ സമ്മതം ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ധ്യാന ചിന്ത ഞാനിവിടെ നിർത്തട്ടെ. നീ ആരാണെന്ന് നിന്നെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ദൈവവചനത്തെ കൂട്ടുപിടിച്ച് മനസ്സാക്ഷിയുമായി ചേർന്ന്
സ്വയം ഒരു വാക്ക് പറയുന്നതിന് മുൻപ് നീ ആരാണെന്ന് അറിയുക. ഐ ഹാവ് സിൻഡ്. ഞാനൊരു പാപിയായിരുന്നു, എന്നിൽ പാപമുണ്ടായിരുന്നു. ഇതുവരെയും ഞാനാണ് എല്ലാം എന്ന് അഹങ്കരിച്ച സ്ഥലത്ത് കഴുത മനസ്സാക്ഷി കാണിച്ചു കൊടുക്കുകയാണ്, നീ ഒരു പാപിയായിരുന്നു. അപ്പോൾ ആശയ രൂപീകരണം ഉണ്ടാകുന്നതിന് മുൻപ്, നമ്മുടെ ആശയ രൂപീകരണം ഫലവത്തായ ഭാഷയിൽ സമൂഹം അറിയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഡിവൈൻ ലവ് റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം സെൽഫ് അവയർനെസ്. 2, റിഫ്ലക്ഷൻ ആൻഡ് അനാലിസിസ്, പ്രതിഫലനവും വിലയിരുത്തലും. 1, ഞാൻ ആരെന്നറിയണം. 2, എന്നിൽ ഒരു പ്രതിഫലനം ഉണ്ടാകണം, ഒരു വിലയിരുത്തൽ ഉണ്ടാകണം. ഇന്നത്തെ സുവിശേഷ വേദഭാഗം ഏറ്റവും ശക്തമായൊരു സുവിശേഷ വേദഭാഗമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വേദഭാഗം. ആ വേദഭാഗത്തിൽ പരിചയപ്പെടുത്തുന്നത് ഒരു വ്യഭിചാരം ചെയ്ത സ്ത്രീയെയാണ്. യേശു ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറെ ആൾക്കാർ വ്യഭിചാരം ചെയ്ത ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി ഇങ്ങനെ വിരട്ടി വിരട്ടി യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മോശയുടെ ന്യായപ്രമാണം നിനക്കറിയാമല്ലോ, ആ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പോണത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഗുരു എന്നുള്ള സ്ഥാനത്തുയർത്തിയാണ് യേശുവിനോട് കൂടെ സംസാരിക്കുന്നത്. അപ്പൊ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇവളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിലാണ് ഇപ്പോൾ യേശു വസിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ആ സാമ്രാജ്യം മുഴുവനും. വധിക്കാൻ പറഞ്ഞാൽ വധിക്കാൻ റോമൻ ഗവർണർക്ക് അല്ലെങ്കിൽ അധികാരികൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറഞ്ഞ് രാജ്യദ്രോഹ കുറ്റം ചുമത്താം. അതിന്റെ ഒരു സാധ്യതയാണ്. ഇനി വേണ്ട, സാധുവല്ലേ, അവളെ കൊല്ലണ്ട എന്ന് പറഞ്ഞാൽ അപ്പൊ മോശയുടെ ന്യായപ്രമാണം നിനക്ക് അത്ര വശമല്ലേ എന്ന് ചോദിക്കും. പ്രശ്നമാണ്. യെസ് എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, നോ എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ ഇവിടെ എങ്ങനെ യേശുവിന്റെ ആ ഒരു ആശയ രൂപീകരണം ഉണ്ടാകുന്നു? പ്രിയപ്പെട്ടവരെ, യേശു നിലത്തെഴുതിക്കൊണ്ടിരിക്കുക. യേശു നിലത്തെഴുതുമ്പോൾ അതിന്റെ അർത്ഥം അന്നത്തെ കാലഘട്ടത്തിൽ ജഡ്ജിമാർ, വിധികർത്താക്കൾ എഴുതി തയ്യാറാക്കിയ കുറ്റപത്രം വായിക്കുകയാണ് പതിവ്. ഇന്നും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഒരു വിധി വായി കൊണ്ട് പെട്ടെന്നങ്ങ് പറയുകയല്ല, എഴുതി തയ്യാറാക്കിയ കുറ്റപത്രം വായിക്കുകയാണ് പതിവ്. അങ്ങനെയെങ്കിൽ ഒരു ജഡ്ജിയുടെ സ്ഥാനത്താണ്, ഒരു വിധികർത്താവിന്റെ സ്ഥാനത്താണ് യേശു ഇരിക്കുന്നത്. യേശു ഇവിടെ ഇരിക്കുമ്പോൾ ഈ ജനം പറയുന്ന ഒരു വാക്ക് മോശയുടെ ന്യായപ്രമാണം. പക്ഷെ അതിൻ്റെ അകത്തൊരു കുഴപ്പമുണ്ട്. അത് യേശു മനസ്സിലാക്കി. ആവർത്തന പുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യവും ലേവ്യ പുസ്തകം 20-ാം അധ്യായം 10-ാം വാക്യവും വായിക്കുമ്പോൾ വ്യഭിചാരം ചെയ്ത പുരുഷനെയും സ്ത്രീയെയും കൊന്നുകളയണം, എന്നാലേ ദോഷം മാറത്തുള്ളൂ. ഇവിടെ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. പുരുഷൻ എവിടെ? ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. അത് യേശുവിനറിയാം. ഇതെല്ലാം യേശുവിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഭാഗമാണ്. ജനം പറയുകയാണ് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഒരു സ്ത്രീയെ ഇതാ കല്ലെറിഞ്ഞു കൊല്ലാൻ വന്നിരിക്കുന്നു. പക്ഷെ മോശയുടെ ന്യായപ്രമാണം എന്താണെന്ന് സംഖ്യാപുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും എഴുതിയിരിക്കുന്നത് യേശുവിനറിയാം. അതിൻ്റെ അകത്ത് വ്യഭിചാരം നടക്കണമെങ്കിൽ ഒരു പുരുഷൻ വേണം, ഒരു സ്ത്രീ വേണം. വേണ്ടേ? വേണം. അങ്ങനെയെങ്കിൽ സ്ത്രീ മാത്രമല്ല കാരണക്കാരൻ. ഇവരെ രണ്ടുപേരെയും കൊന്നുകളയാൻ ആവർത്തന പുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യം, ആ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, എന്നാലേ ദോഷം മാറത്തുള്ളൂ. സ്ത്രീയെ മാത്രം കൊന്നാൽ ദോഷം മാറത്തില്ല. അപ്പൊ യേശു ഇത് മനസ്സിലാക്കി. എന്നിട്ട് യേശു നിലത്തെഴുതുകയാണ്. എന്താണ് യേശു നിലത്തെഴുതുന്നതെന്ന് ചോദിച്ചാൽ, യിരെമ്യാ പ്രവചന പുസ്തകം 17-ാം അധ്യായം 13-ാം വാക്യത്തിൽ യഹോവയെ ഉപേക്ഷിക്കുന്നവരെ എല്ലാം മണ്ണിൽ എഴുതണം എന്നൊരു പ്രവചനമുണ്ട്. യഹോവയെ ഉപേക്ഷിക്കുന്നവരെ എല്ലാം മണ്ണിൽ എഴുതണം. അങ്ങനെയെങ്കിൽ തൻ്റെ വിധി പകർപ്പിൽ താൻ തയ്യാറാക്കുന്ന ആ ജഡ്ജിമെന്റ് ഷീറ്റിൽ യഹോവയെ ഉപേക്ഷിച്ച ഘടകങ്ങളെയും വ്യക്തികളെയും
യേശു നിലത്ത് കുറിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും യേശുവിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരാശയ രൂപീകരണം സാധ്യമായി കൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് യേശു പറയുന്നൊരു വാക്കാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. ഈ വാക്ക് കേട്ടിട്ട് ഞാൻ ആ കല്ലെറിഞ്ഞു കൊല്ലാൻ വന്നവരെ ശ്രേഷ്ഠരെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവരുടെ ഉള്ളിൽ ഒരു വല്ലാണ്ടൊരു കുറ്റബോധം ഉണ്ടായി, മനസ്സാക്ഷിക്ക് വേദനയുണ്ടായെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവരുടെ മനസ്സാക്ഷികൾ ആക്ഷേപം തോന്നിയിട്ട് എല്ലാവരും കല്ലുകളെ കളഞ്ഞിട്ട് തിരിച്ചുപോയി. യേശു ഈ സമയത്തും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. യേശു ഒരു ജഡ്ജിയായി തന്നെ അവിടെ ഇരിക്കുക. നമുക്ക് കല്ലെറിഞ്ഞു കൊല്ലാൻ വന്ന ആ മനുഷ്യരെ ഒന്ന് നോക്കാം. കല്ലെറിഞ്ഞു കൊല്ലാൻ വരുമ്പോൾ സ്പഷ്ടമായ ഒരു വിധി അവർ കേട്ടു. അവർ വിചാരിച്ച വിധിയല്ല യേശു പറയുന്നത്. യേശു മറ്റൊരു വിധി അവരോട് പറയുന്നുണ്ട്. ആ വിധി അവർ കേട്ടു. അവർ കേട്ടിട്ട് അവർ യേശുവിന്റെ മുഖത്ത് നോക്കി അവർ അവരുടെ കുറ്റങ്ങൾ മനസ്സിലാക്കി കടന്നുപോയി. റിഫ്ലക്ഷൻ ആൻഡ് അനാലിസിസ്. ഒന്ന് സ്വയം അറിവ് വേണം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നതിന് മുൻപ്, അത് വെർബലായാലും നോൺ വെർബലായാലും റിട്ടേൺ ആയാലും വിഷ്വൽ ആയാലും ഡിജിറ്റൽ ആയാലും, ഞാൻ ആശയങ്ങൾ രൂപീകരിക്കാൻ പോകുന്നതിന് മുൻപ് ഞാൻ ആരെന്നുള്ള അറിവ്. 2, പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ, അനാലിസിസ് ആൻഡ് റിഫ്ലക്ഷൻ. ഫുട്ബോൾ ഇതിഹാസമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരിക്കൽ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. കഠിനമായ പരിശീലനത്തിന് ശേഷം താൻ വീട്ടിൽ വന്നു. തൻ്റെ മകൾ ബെല്ല തന്നോട് ചോദിച്ചു, അപ്പാ, ഒരു ദിവസം അപ്പൻ ഇങ്ങനെ പരിശീലനത്തിന് പോയാൽ അല്ലെങ്കിൽ ഗെയിമിന് പോയാൽ അപ്പൻ എന്ത് കിട്ടും, എത്ര കാശ് കിട്ടും? അപ്പൻ ഒരു ശരാശരി കണക്ക് പറഞ്ഞു. അപ്പം പറഞ്ഞു, മക്കളെ, ഒരു $10,000 കിട്ടും. ഓക്കെ അപ്പാ, എനിക്കൊരു $5,000 തരാമോ? എന്തിനാ നിനക്ക് $5,000? ഒരാവശ്യമുണ്ട്. കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ മകൾ കുറച്ച് കാശും കൊണ്ട് ഈ അപ്പന്റെ മുമ്പിൽ വരുന്നു. അപ്പൻ കൊടുത്തിട്ടായിരിക്കാം. എന്നിട്ട് പറഞ്ഞു, അപ്പ എൻ്റെ കയ്യിൽ ഒരു $10,000 ഉണ്ട്, അപ്പൻ എടുത്തോ. എന്നിട്ട് ഒരു ദിവസം മുഴുവനും എൻ്റെ കൂടെ ഇരിക്കാമോ? ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ഇന്റർവ്യൂവിൽ പറയുന്നത്, ഞാൻ ആകെ വൈകാരിക തലത്തിലെത്തി, വൈകാരികമായി ഞാൻ തകർന്നുപോയി. എൻ്റെ മകളോട് കൂടെ തുടർന്നുള്ള 5 ദിവസങ്ങൾ ഞാൻ ചിലവഴിച്ചെന്നാണ്, എൻ്റെ കുടുംബത്തോടൊപ്പം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ ഹർട്ട് ചെയ്യുന്ന ചില അനുഭവങ്ങൾ വരും. അത് സ്വയം പരിശോധിക്കാനും തെറ്റുകൾ തിരുത്താനും ന്യായീകരിക്കാതെ മുന്നോട്ട് പോകാനും കഴിഞ്ഞാൽ ജീവിതം മെച്ചമായിട്ട് തീരും. ഇവിടെയാണ് റിഫ്ലക്ഷൻ ആൻഡ് സെൽഫ് അനാലിസിസ്. ആശയങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ ഒന്നാമതായിട്ട് വേണ്ടത് സെൽഫ് അവയർനെസ്, 2 റിഫ്ലക്ഷൻ ആൻഡ് അനാലിസിസ്, 3 ഓപ്പൺ മൈൻഡ്നസ് ആൻഡ് ക്യൂരിയോസിറ്റി. ഓപ്പൺ മൈൻഡ്നസ്. യാക്കോബിന്റെ ലേഖനത്തെ കുറിച്ച് വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ ഗൈഡ്. പ്രായോഗിക ജീവിതത്തിൽ നീ എങ്ങനെ ജീവിക്കണമെന്ന് നിന്നെയും എന്നെയും പഠിപ്പിക്കുന്ന ഒന്നാണ് യാക്കോബിന്റെ ലേഖനം. അവിടെ പറയുകയാണ്, വചനം കേൾക്കുന്ന ഒരു മനുഷ്യൻ, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 17 മുതൽ 25 വരെ വായിക്കുമ്പോൾ, വചനം കേൾക്കുന്ന ഒരു മനുഷ്യൻ എല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നും അതുകൊണ്ട് പറയാൻ താമസവും കേൾക്കാൻ വേഗതയുമുള്ളൊരു മനുഷ്യനായി തീരണമെന്നും, വചനത്തിന്റെ പ്രാധാന്യം, വചനം കേൾക്കുന്ന ഒരു മനുഷ്യൻ കണ്ണാടിയിൽ നോക്കുന്ന ഒരു മനുഷ്യന് തുല്യം. അവന്റെ രൂപം കാണുന്നു, പക്ഷേ ആ കണ്ണാടി വിട്ട് മാറുമ്പോൾ അവൻ മറന്നു പോകുന്നു അവന്റെ രൂപത്തെക്കുറിച്ച്, അവന്റെ രൂപത്തിൽ വന്ന ചേഞ്ചുകളെ കുറിച്ച്. അതുകൊണ്ട് നിങ്ങൾ വചനത്തിൽ നിലനിൽക്കണം. പ്രായോഗിക തലത്തിൽ ഒരു ഗൈഡായി ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രാക്ടിക്കൽ ഗൈഡ് യാക്കോബിന്റെ ലേഖനം എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒന്നാണ്. വചനത്തിൽ നിൽക്കണം. പറയാൻ താമസം, കേൾക്കാൻ വേഗത.
ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടിയാണ് ഈ ഒരു യാക്കോബിന്റെ ലേഖനം എഴുതുന്നത് കേട്ടോ. അവിടെ അവർ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സാക്ഷ്യമുള്ളവരായിട്ട് ജീവിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓപ്പൺ മൈനസ്, തുറന്ന മനസ്സോടെ എല്ലാം സ്വീകരിക്കാൻ പാകത്തിൽ, ക്യൂരിയോസിറ്റി, ജിജ്ഞാസയോടെ, അറിയാനുള്ള ഒരു ആവേശത്തോടെ. ഈ അടുത്ത സമയത്ത് ഒരു പഠനം നടന്നു. ആ പഠനം ഇങ്ങനെയാണ്: ഒത്തിരി പേര് ഈ ഭൂമിയിൽ ജനിക്കുന്നുണ്ട് കേട്ടോ, ഒത്തിരി പേര്. പക്ഷേ അറിയപ്പെടുന്ന സമ്പന്നന്മാരായി മാറുന്ന ഒരു ചുരുക്കം ചിലരാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ വിരലിൽ എണ്ണാൻ കഴിയുന്ന ചിലർ മാത്രമേ സമ്പന്നന്മാരുടെ പട്ടികയിൽ ഉയർന്ന ശ്രേണിയിലുള്ളൂ. ഇത്രയും മഹത്തായ ഒരു രാജ്യത്ത് വിരലിൽ എണ്ണാൻ കഴിയുന്ന ചിലർ മാത്രമേ ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്നുള്ളൂ. അവരുടെ മക്കൾ ഇതുപോലെ സമ്പന്നരാകണമെന്നില്ല. അപ്പോൾ ഈ പഠനത്തിൽ പറയുന്നത്, എന്തുകൊണ്ട് മനുഷ്യർ ഇത്രയും സമ്പന്നരാകുന്നു? അപ്പോൾ ഈ സമ്പന്നരായ മനുഷ്യരെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്കുള്ള ഏറ്റവും പ്രബലമായ ഒരായുധം ക്യൂരിയോസിറ്റിയാണ്, അറിയാനുള്ള ആഗ്രഹം. വിശാലമായ ഹൃദയവും അറിയാനുള്ള ആഗ്രഹവും. പ്രിയപ്പെട്ടവരെ, അവർക്ക് ഈ ലോകത്തിലെ ഒത്തിരി ഐഡിയാസ് അവരിങ്ങനെ കണ്ടെത്തും. പുസ്തക വായനയിലൂടെ, വിദഗ്ധന്മാരുമായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെ, യാത്രകളിലൂടെ, കാഴ്ചകളിലൂടെ അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ വരും. ഈ ആശയങ്ങളാണ് അവരുടെ ജീവിതത്തെ സമ്പന്നതയിലേക്ക് നയിക്കുന്നതെന്നുള്ള ഒരു പഠനം ഞാൻ ഈ സമയത്ത് അടുത്ത് വായിച്ചു. പ്രാർത്ഥനയോടുകൂടെ ഞാൻ ചിന്തകൾക്ക് വിരാമം കുറിക്കട്ടെ. റിഫ്ലക്റ്റിംഗ് ഡിവൈൻ ലവ് ത്രൂ ഒതന്റിക് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ ശക്തമായ ഒരു കമ്മ്യൂണിക്കേഷൻ രൂപപ്പെടണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ഈ ആശയ രൂപീകരണം നടക്കുമ്പോൾ 3 കാര്യങ്ങൾ എന്നിലുണ്ടാകണം. 1, സെൽഫ് അവയർനെസ്, ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ്. 2, റിഫ്ലക്ഷൻ ആൻഡ് അനാലിസിസ്, പ്രതിഫലിക്കണം. മാത്രമല്ല, ഒരു വിലയിരുത്തലും ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്തണം. 3, ഓപ്പൺ മൈൻഡ്നെസ് ആൻഡ് ക്യൂരിയോസിറ്റി. പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയ വളരെ ശക്തിപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വ്യക്തിയെ എനിക്കിഷ്ടമില്ലെങ്കിൽ എന്തും പറയാം, എന്തും ചെയ്യാം എന്നുള്ള അതിശക്തമായ ഒരു കാലഘട്ടം. ഞാൻ അതിന് ദാരുണമായൊരു കാലഘട്ടം. വ്യക്തി ഹത്യ ചെയ്ത് അവനെ കൊന്നുകളയാം. നാളെ അവനോ അവന്റെ മക്കളോ അവന്റെ തലമുറയോ ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അങ്ങനെ സമൂഹത്തിൽ പ്രതികരിക്കുന്ന, സമൂഹത്തിൽ നിൽക്കുന്ന വ്യക്തികളെ വ്യാജങ്ങൾ എഴുതി വ്യാജത്തെ സത്യമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് തകർത്ത് കളയുന്ന ഈ ലോകത്ത് ഏറ്റവും അർത്ഥവത്തായ ഒരു ചിന്തയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ ആശയ രൂപീകരണത്തിൽ ദൈവത്തിന്റെ സ്നേഹം പ്രതിഫലിക്കട്ടെ. അതിന് എൻ്റെ ഉള്ളിൽ ആശയങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ ഞാൻ ആരാണെന്നുള്ള അറിവ് എനിക്കുണ്ടാകണം. അറിവുണ്ടാവുക മാത്രമല്ല, എനിക്ക് എൻ്റെ ജീവിതത്തെ വിലയിരുത്താനും അതിനെ പ്രതിഫലിക്കാനുള്ളൊരു കഴിവ് എനിക്കുണ്ടാകണം. ഒരു തുറന്ന മനസ്സും അറിയാനുള്ള ആഗ്രഹവും എന്നിലുണ്ടാകുമ്പോൾ എന്നിൽ രൂപീകരിക്കപ്പെടുന്ന ആശയങ്ങൾ അതൊരു ഭാഷയായിട്ട് പുറത്തു വരും. അത് വെർബലായിരിക്കും, അല്ലെങ്കിൽ നോൺ വെർബലായിരിക്കും, അല്ലെങ്കിൽ വിഷ്വൽ ആയിരിക്കും, അല്ലെങ്കിൽ റിട്ടേൺ ആയിരിക്കും, അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിരിക്കും. പക്ഷെ അത് ഫ്രൂട്ട്ഫുൾ ആയിരിക്കും, അത് ഫലമുള്ളതായിരിക്കും. അതിൽ ദൈവത്തിന്റെ സ്നേഹം കാണാൻ കഴിയും. അങ്ങനെ പ്രാർത്ഥനയോടുകൂടെ ജീവിപ്പാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും. ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ.